ഞങ്ങളിവിടെ പാടുന്നതായ പാട്ടുകൾ നിങ്ങൾ ആസ്വദിക്കുമ്പോൾ തന്നെ അതിൽ കൂടി ദൈവം സംസാരിക്കുന്ന ചില സന്ദേശങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കുന്നുവെങ്കിൽ ഒരുപക്ഷെ ഈ ഒരു ഗാനം മതി നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുവാൻ. എത്രയെത്ര പേർ അനേക ഗാനങ്ങൾ കേട്ട് കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കുവാനിടയായിട്ടുണ്ട്. അത്രയ്ക്ക് ഹൃദയസ്പർശിയായ അനേക ഗാനങ്ങളെ നമുക്ക് സമ്മാനിച്ച ദൈവത്തിന് നന്ദിയോടെ നമുക്ക് സ്തോത്രം ചെയ്യാം. രക്ഷിതാവിനെ കാണുക പാപി, നിന്റെ പേർ കല്ലയും ക്രൂശിന്മേൽ തൂങ്ങുന്നു. കർത്താവ് നമ്മുടെ പാപങ്ങളെ വഹിച്ചുകൊണ്ട് പച്ചപ്പൈൻമര കുരിശിന്മേൽ മൂന്നാണികളാൽ തറയ്ക്കപ്പെട്ടവനായി കിടക്കുന്നത് ഇന്ന് രാത്രിയിൽ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളുടെ ഹൃദയത്തിനകത്തേക്ക് ആ ചിത്രം വരുന്നുവെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് വേണ്ടി കൂടിയാണ് യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചതെന്ന് മനസ്സിലാക്കി ആ കർത്താവിൽ കൂടിയുള്ളതായ രക്ഷ നിങ്ങൾക്ക് ലഭിക്കാൻ ഇടയായിത്തീരട്ടെ. നമുക്കൊരു നിമിഷം കണ്ണുകൾ അടച്ച പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലേക്ക് അടുത്തു വരാം. അവിടുന്ന് നമ്മളെ കരുതിയതുകൊണ്ട്, അവിടുന്ന് നമ്മളെ നടത്തിയതുകൊണ്ട് ഇന്ന് രാത്രിയിലും ഈ പ്രോഗ്രാം നടത്തുവാനിടയായിട്ട് നല്ല ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. യേശുവിൻ ധന്യമറിയ നാമത്തിൽ ആമേൻ. ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. ഒരു വേദഭാഗം കൂടെ വായിച്ച് താങ്കളെ നമുക്ക് മഹത്വപ്പെടുത്താം. 103 സങ്കീർത്തനം 8 വാക്യം ഇങ്ങനെ വായിക്കുന്നു: യഹോവ കരുണയും കൃപയും നിറഞ്ഞവനാകുന്നു, ദീർഘക്ഷമയും മഹാദയയും ഉള്ളവൻ തന്നെ. അവൻ അനുഗ്രഹിക്കപ്പെട്ട നല്ല വാക്യത്തെ ഓർത്ത് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. യഹോവ കരുണയും കൃപയും നിറഞ്ഞവനാകുന്നു, ദീർഘക്ഷമയും മഹാദയയും ഉള്ളവൻ തന്നെ. അവൻ എല്ലായ്പ്പോഴും ഭർഷിക്കുകയില്ല, എന്നേക്കും കോപം സംഗ്രഹിക്കുകയില്ല. ഈ വാക്യമൊക്കെ വായിക്കുമ്പോൾ നമ്മൾ ഏതെല്ലാം രീതിയിൽ ജീവിച്ചാലും സ്വർഗത്തിലെ ദൈവം കരുണയും കൃപയും ദീർഘക്ഷമയും മഹാദയയും ഉള്ളവനായതുകൊണ്ടും എല്ലായ്പ്പോഴും നമ്മുടെ അകൃത്യങ്ങൾക്കൊത്തവണ്ണം നമ്മളോട് പകരം ചെയ്യാത്തവനായതുകൊണ്ടും നമുക്ക് എന്തും ചെയ്ത് ജീവിക്കാമെന്ന് നമ്മൾ ചിന്തിച്ചു കളയരുത്. അത് ദൈവത്തിന് നമ്മളോടുള്ളതായ കൃപയെയും ദീർഘക്ഷമയെയും ദയയെയും കരുണയെയും നമ്മൾ ചൂഷണം ചെയ്യുകയാണ് ചെയ്യുന്നത്. പാപം ചെയ്യുന്ന ഏതൊരു വ്യക്തിയോടും ദൈവത്തിനുള്ളതായ സമീപനം നമുക്കറിയാം. പാപത്തിന്റെ ശമ്പളമായ മരണമാണ് അവന് ലഭിക്കേണ്ടത്. എന്നാൽ ഒരു അവസരം ദൈവം മനുഷ്യന് കൊടുക്കുന്നു. വീണ്ടും വീണ്ടും പാപം ചെയ്ത് ദൈവസന്നിധിയോട് അകന്നു പോകുന്നതാണ് പലപ്പോഴും നമുക്ക് രക്ഷപ്പെടാൻ കഴിയാതെ വണ്ണം ദൈവത്തിന്റെ ക്ഷമയും രക്ഷയും എല്ലാം നമുക്ക് അനുഭവിക്കുവാൻ കഴിയാതെ പോകും. ദൈവത്തിന്റെ ദീർഘക്ഷമയെ രക്ഷ എന്ന് വിചാരിച്ചുകൊണ്ട് ഇന്ന് രാത്രിയിൽ ദൈവസന്നിധിയിലേക്ക് നാം അടുത്തു വരുന്നെങ്കിൽ അവൻ കരുണയും കൃപയും നിറഞ്ഞവനും ദീർഘക്ഷമയും മഹാദയയും ഉള്ളവനാകയാൽ നമ്മളെ രക്ഷിപ്പാൻ ഒരിക്കൽ കൂടി അവൻ അവസരം തരികയാണ് ഇന്ന് രാത്രി. നാളെ നമുക്കത് ലഭിക്കുമെന്ന് ഉറപ്പില്ല. അതിനുള്ള അവസരം നമ്മുടെ മുമ്പിൽ ഒരുപക്ഷെ നിഷേധിക്കപ്പെട്ടേക്കാം. ദൈവവചനം പറയുന്നു, കർത്താവിന്റെ ദീർഘക്ഷമ രക്ഷ എന്ന് വിചാരിച്ചുകൊണ്ട് ഇന്ന് രാത്രിയിൽ മടങ്ങി വരുവാൻ ദൈവം നമ്മളെ സഹായിക്കും. ആ ദീർഘക്ഷമയുടെ അവസാന നിമിഷമായിരിക്കാം ഇപ്പോൾ. അതുകൊണ്ട് കർത്താവിനെ വിളിച്ചപേക്ഷിച്ച് രക്ഷ പ്രാപിക്കുവാൻ ഇന്ന് രാത്രിയിൽ നിങ്ങളെ ഞാൻ പ്രബോധിപ്പിക്കുക. അവൻ നമ്മൾ ചെയ്തതായ പാപത്തിനൊത്തവണ്ണം പകരം ചെയ്യുന്നില്ല. നമ്മുടെ അകൃത്യങ്ങൾക്കൊത്തവണ്ണം നമ്മളോട് പകരം ചെയ്യുന്നതുമില്ല. അങ്ങനെ ചെയ്താൽ നമുക്കൊന്നും ഈ ഭൂമിയിൽ നിലനിൽപ്പില്ല. അത് ഈ ലോകത്ത് മറ്റാരും അറിയുന്നതിനേക്കാൾ വളരെ വ്യക്തമായി അറിയുന്ന ഒരുവൻ ദൈവം മാത്രമാണ്. 14 വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ, അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നുവല്ലോ, നാം പൊടിയെന്ന് അവൻ ഓർക്കുന്നു. മനുഷ്യന്റെ ആയുസ് പുല്ലുപോലെയാകുന്നു, വയലിലെ പൂ പോലെ അവൻ പൂക്കുന്നു. കാറ്റ് അതിന്മേൽ അടിക്കുമ്പോൾ അത് ഇല്ലാതെയായി പോകുന്നു, അതിന്റെ സ്ഥലം പിന്നെ അതിനെ അറിയുകയുമില്ല.
അങ്ങനെയുള്ള ക്ഷണികനായ ഒരു മനുഷ്യനോട് പ്രതികാരം ചെയ്യുവാൻ, പാപങ്ങൾക്കൊത്തവണ്ണം നമ്മളോട് പകരം ചെയ്യുവാൻ ദൈവം ഒരുങ്ങിയാൽ ഒരു മനുഷ്യന്റെ അവസ്ഥ എന്തായിത്തീരും? കുറച്ചു നിന്നാൽ ഒരു ശ്വാസത്തിന് തുല്യമാണ്. ആ മനുഷ്യരോട് ദൈവത്തിന് കരുണയും കൃപയും ദീർഘക്ഷമയും മഹാദയയും തോന്നിയില്ലെങ്കിൽ അവന് നിലനിൽപ്പില്ല. ഈ ഭൂമിയിൽ ഒരു സെക്കൻഡ് ജീവിച്ചിരിക്കുവാൻ കഴിയുകയില്ല. ദൈവത്തിന് കരുണയും കൃപയും മഹാദയയും ദീർഘക്ഷമയും തോന്നിയത് കൊണ്ടാണ് നമ്മൾ പാപം ചെയ്തിട്ടും ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് അകന്നുപോയിട്ടും ദൈവത്തോട് മത്സരിച്ചിട്ടും അവന്റെ വചനങ്ങളെ പുറകിൽ എറിഞ്ഞു കളഞ്ഞിട്ടും നമ്മൾ ഇന്നും ഇവിടെ ജീവിക്കുന്നത്, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുന്നത്, ലോകപ്രകാരം ജീവിക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിന്റെ ഈ ദീർഘക്ഷമയെ ഇന്ന് രാത്രിയിൽ ചൂഷണം ചെയ്യാതെ, അത് മുതലെടുക്കാതെ രക്ഷപ്പെടുവാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾ തീർച്ചയായും ആ ദൈവത്തിന്റെ പാതാരബിന്ദത്തിലേക്ക് കടന്നു വന്ന് അവനിൽ ശരണം പ്രാപിക്കുവാൻ തക്കവണ്ണം ഇന്ന് രാത്രിയിൽ നിങ്ങളെ സഹായിക്കും. തന്റെ ഭക്തന്മാരോടുള്ളതായ അവന്റെ കരുണ പാപം ചെയ്ത ദൈവസന്നിധിയിൽ നിന്ന് അകന്നു പോകുന്നവരോടല്ല. ആകാശം ഭൂമിക്ക് വീതെ ഉയർന്നിരിക്കുന്നത് പോലെ അവന്റെ ദയ അവന്റെ ഭക്തന്മാരോട് വലുതാകും. അവർ ചെയ്യുന്നതായ പാപത്തിനൊത്തവണ്ണം അവരോട് പകരം ചെയ്യാതെ അവന്റെ ദയ അവന്റെ ഭക്തന്മാരോട് വലുതായിരിക്കും. ഹല്ലേലൂയ. ഇത്രയേറെ ദയയും കരുണയും നമ്മളോട് കാണിക്കുന്ന ആരാണ് ഈ ലോകത്തിലുള്ളത്? നമുക്കുള്ളവർ, ഉറ്റവർ, ഉടയവർ പോലും നമ്മൾ സംസാരിക്കുന്ന, ചിന്തിക്കുന്ന, പ്രവർത്തിക്കുന്ന വാക്കിന് മറുപടി പറയാതെ പോകത്തില്ലെങ്കിൽ ഇന്ന് രാത്രിയിൽ നമ്മളെപ്പോഴൊക്കെ ഏതെല്ലാം നിലയിൽ, ഏതെല്ലാം രീതിയിൽ നമ്മുടെ ദൈവത്തോട് പാപം ചെയ്യുവാൻ ഇടയായിത്തത്. ദാവീദ് അതുകൊണ്ടാണ് പറയുന്നത്, കർത്താവേ, ഞാൻ നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്തു പോയി. എത്ര വട്ടം നമ്മളത് ചെയ്തു. എന്നിട്ടും ദൈവത്തിന്റെ ദയയും ദീർഘക്ഷമയും മഹാദയയും ഒന്നും ഓർക്കാതെ നമ്മൾ ഇവിടെ അടിച്ചു പൊളിച്ചങ്ങ് ജീവിക്കുകയാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ. ആ രക്ഷകനായ നല്ല കർത്താവിന്റെ സ്നേഹം അനുഭവിച്ചിട്ടും അതിന് തക്കതായ ഒരു നന്ദി പോലും പറയുവാൻ കഴിയാതെ ജീവിക്കുന്നവരാണ് നമ്മൾ. ആമേൻ. ഒരായുസ് മുഴുവൻ ആ ദൈവത്തിന് വേണ്ടി സമർപ്പിച്ചാലും ദൈവം ചെയ്ത ഉപകാരങ്ങൾക്കും പകരമാകില്ല എന്ന് നമുക്കറിയാമെന്നിരുന്നിട്ടുകൂടി ആ ദൈവത്തിന് വേണ്ടി അധരഫലമെന്ന ഒരു സ്തോത്രയാഗമെങ്കിലും അർപ്പിക്കുവാൻ നമുക്ക് മനസ്സില്ലാതെ പോകുന്നത് വളരെ സങ്കടകരമാണ്. ഉദയമസ്തമയത്തോട് അകന്നിരിക്കുന്നത് പോലെ അവൻ നമ്മുടെ ലംഘനങ്ങളെ നമ്മളോട് അകറ്റിയിരിക്കുന്നു. അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തന്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ നമ്മളോട് കരുണ തോന്നി നമ്മുടെ ലംഘനങ്ങളെ നമ്മളോട് അകറ്റിയിരിക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ ലംഘനങ്ങളെ ഓർമ്മ വെച്ചാൽ തിരുമുമ്പാകെ നിൽക്കുവാൻ കഴിയുന്നവൻ ആർക്കവന്റെ തിരുമുമ്പാകെ അവൻ ലംഘനങ്ങളുമായി കടന്നു വരുവാൻ കഴിയും? അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ, വിശുദ്ധിയോടെ സ്വർഗോന്നതങ്ങളിൽ വസിക്കുന്നവൻ. ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ മുൻപാകെ നിൽക്കുവാൻ ഒരു യോഗ്യതയും ഇല്ലാതിരുന്നിട്ടും ഇന്നും നമ്മൾ ഇവിടെ നിൽക്കുകയാണ്. നമുക്ക് വേണ്ടതെല്ലാം ആ ദൈവം നൽകുകയാണ്. നമുക്ക് വേണ്ട കരുതാവുന്നതെല്ലാം അവൻ കരുതുകയാണ്. നമ്മൾ ആഗ്രഹിച്ചതിലും നനച്ചതിലും അത്യന്തപരമായി നമുക്ക് വേണ്ടി ദൈവം കരുതുകയാണ്. നന്മയും കരുണയും നമ്മുടെ ആയുഷ്കാലമൊക്കെയും നമ്മുടെ പിന്നാലെ കടന്നു വരികയാണ്. പ്രിയ സഹോദരങ്ങളെ, നാം ഇതൊന്നും മറന്നു പോകരുത്. ഈ ലോകത്ത് ആമേൻ, സങ്കീർത്തനക്കാരൻ പറയുന്നു, ദൈവം ചെയ്ത ഉപകാരങ്ങൾ നിങ്ങൾ ഒരിക്കലും മറക്കരുത്. മറ്റാര് ചെയ്തതും നമുക്ക് മറക്കുവാൻ കഴിയും. ദൈവം ചെയ്ത ഉപകാരങ്ങൾ മറന്നു പോകാതെ ആ ദൈവത്തിന് നന്ദി അർപ്പിക്കുവാൻ, ആ ദൈവത്തിന്റെ കരുണയും കൃപയും ദീർഘക്ഷമയും മഹാദയയും എന്നും എപ്പോഴും നമ്മളോട് കൂടെ ഇരിക്കുവാൻ നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് എടുത്തു വരാം. നമ്മുടെ അകൃത്യങ്ങളും പാപങ്ങളും എല്ലാം അവന് ക്ഷമിക്കുവാൻ, നിങ്ങളുടെ ലംഘനങ്ങളെ നിങ്ങൾ മറച്ചു വെച്ചാൽ നിങ്ങൾക്കൊരിക്കലും ശുഭം വരികയില്ല. അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ദൈവത്തിന് മുൻപാകെ ശരണം പ്രാപിക്കുന്നവർക്കോ കരുണ ലഭിക്കും. ആകയാൽ നാം പൊടിയെന്നറിഞ്ഞ് നമ്മളെ ഇത്രത്തോളം നിലനിർത്തി, നമ്മുടെ പ്രകൃതി അറിഞ്ഞ് നമുക്ക് വേണ്ടതെല്ലാം നൽകിത്തന്ന ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുവാൻ, അവന് വേണ്ടി ഓടുവാൻ, അധ്വാനിക്കുവാൻ ഇന്ന് രാത്രിയിൽ നമ്മളെ ദൈവം സഹായിക്കട്ടെ. ആ ദൈവത്തിന്റെ ദീർഘക്ഷമയും
കരുണയും മഹാദയും കൃപയും രാത്രിയിൽ നമ്മളോട് കൂടെ ഇരുപ്പാൻ നമുക്കൊരു നിമിഷം കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ, തിരുമുമ്പാകെ ഞങ്ങളെ താഴ്ത്തി സ്വർഗം. ഞങ്ങൾ പൊടിയെന്നറിയുന്നു, ഞങ്ങൾ ഉറച്ചു നിന്നാലൊരു ശ്വാസം എന്നറിയുന്നു. കാറ്റടിക്കുമ്പോൾ ഇല്ലാതെയായി പോകുന്ന പൂ പോലെ ഞങ്ങളായിരിക്കുന്നു. അവിടുന്ന് ഞങ്ങളോട് ഇത്ര കരുണയും ദയയും ദീർഘക്ഷമയും മഹാദയും കാണിച്ചിട്ടും കർത്താവേ, പലപ്പോഴും ഞങ്ങൾ നിന്നിൽ നിന്ന് അകന്നു പോകും. ഞങ്ങളുടെ ലംഘനങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണം, ഞങ്ങളോട് കരുണ കാണിക്കണം, ഞങ്ങളോട് മനസ്സിലിയണം. അവിടുത്തെ സന്നിധിയിൽ ഞങ്ങളെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. യേശുവിൻ ധന്യമേറിയ നാമത്തിൽ. ആമേൻ. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.